ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ്. പഴയ എൻ്റെ വ്യൂവേഴ്സിനുള്ളതല്ല, പുതിയ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മലയാളം കീബോർഡ് എങ്ങനെ ഉപയോഗിക്കാം, അതായത് മംഗ്ലീഷ് കീബോർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൽ മലയാളം കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ മംഗ്ലീഷിൽ എഴുതിയാൽ മതി, അത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ആക്കി തരുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇത് പഴയ ആളുകൾക്ക് സിമ്പിളായി തോന്നും, പക്ഷേ പുതിയ ഐഫോൺ എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു അറിവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് പറയാനുള്ള കാരണം, എൻ്റെ ഐഫോൺ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായ സമയത്ത് ഒരുപാട് ആളുകൾ ഐഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഐഫോൺ വേൾഡ് ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങളൊക്കെ ഐഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതെന്ന്. പക്ഷേ ഐഫോൺ വേൾഡ് നഷ്ടപ്പെട്ടു പോയി. എന്തായാലും ഇതെങ്ങനെ ചെയ്യാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ മലയാളം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മലയാളം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പെർമിഷൻ കൊടുക്കാനുള്ളത് അവിടെ നിങ്ങൾ ഫസ്റ്റിൽ കാണുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഫസ്റ്റിൽ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഫസ്റ്റിൽ കാണുന്ന ഈ ഭാഗത്ത് ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പെർമിഷൻ കാര്യം ചോദിക്കുക. അവിടെ കീബോർഡ് എന്നുള്ള ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയൊരു അതിൻ്റെ ഡെമോ അവിടെ കാണിച്ചു തരുന്നതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകും. സെറ്റിംഗ്സിൽ നിന്നും കീബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കീബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ പേര് അവിടെ കാണിക്കും. ആ പേര് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ രണ്ടാമത് വേറൊരു പെർമിഷൻ കൂടെ ഉണ്ടാവും. അതുകൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക, പെർമിഷൻ അലോ ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ തൽക്കാലം എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ, കാരണം കീബോർഡ് ഉപയോഗിക്കാൻ വേണ്ടി വാട്സപ്പ് ഒന്നുകൂടി എളുപ്പം വെച്ചിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഏതാണ് ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. തൽക്കാലം വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ചാറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ നിന്നുകൊണ്ട് ഓക്കെ ഷാഹുൽ എന്നുള്ള ഈ ഒരു ചാറ്റ് കൂടെ ഓപ്പൺ ചെയ്തു. ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആദ്യം ഞാൻ ഹായ് എന്ന് എഴുതാം. ഇതിപ്പോൾ സാധാ മലയാളത്തിലാണ് വരുന്നത് കേട്ടോ. ഇനി അഥവാ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഗ്ലോബ് ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് താഴെ കാണുന്ന ഗ്ലോബിൻ്റെ മേലെ നെക്കി പിടിച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് കൂടി അവിടെ കാണിക്കും. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മലയാളം എഴുതാൻ സാധിക്കും. അടിപൊളിയല്ലേ? ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു ഇപ്പോഴും അറിയാത്ത പുതിയ ഐഫോൺ എടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.